എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഡീമൺ സ്കൂളിലേക്ക് പുതിയൊരു ടീച്ചർ ജോയിൻ ചെയ്യാണ്. ടീച്ചറുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ നമ്പർ 1 ഡീമൺ സ്കൂളിൽ ജോയിൻ ചെയ്യുക എന്നത്. ടീച്ചറാണെങ്കിൽ ആ സ്കൂളിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ചെമ്പം മുടിച്ച് ആവരിയുടെ കൂടെയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട കഥകൾ ഒന്നൊന്നായിട്ട് നമ്മുടെ ഹീറോ ഒരുപാട് രസത്തില് അവൾക്ക് വായിച്ചു കൊടുക്കും. അത് കേട്ട് അവള് പ്രണയ നിർഭരയായിട്ട് അങ്ങനെ അലിഞ്ഞു നിൽക്കും. അവൾക്കിപ്പോ നമ്മുടെ ഹീറോയോട് ചെറിയ ക്രഷൊക്കെ തോന്നി തുടങ്ങി. മനസ്സിലുള്ള കാര്യം അവനോട് പറയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ ഒരു കാര്യം അവൾ അതിന് അനുവദിക്കുന്നില്ല. ഹീറോ ആ സ്റ്റോറി വായിക്കുമ്പോൾ അവന്റെ ഫ്ലാഷ് ബാക്ക് എല്ലാം ഒരു സെക്കൻഡ് അവന്റെ മനസ്സിലൂടെ കടന്നു പോവാണ്. അവൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്, അതിനുശേഷം ഈ ഡീമൺ വേൾഡിലേക്ക് വന്നത്, പിന്നീട് ഡീമൺ സ്റ്റുഡൻസുമായിട്ട് മത്സരിച്ച് അവന്റെ കഴിവുകൊണ്ട് തന്നെ ജയിച്ചത്, അവന്റെ റാങ്ക് സെക്കൻഡിലേക്ക് കൊണ്ടുവന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ഒരു സെക്കൻഡ് ഓർത്ത് നിൽക്കും. ഉടനെ ആ ഒരു ടെൻഷനായിട്ട് നിന്റെ ശ്രദ്ധ എവിടെയാ, നീ എന്താ ചെയ്യണേ, നീ എന്താ ആലോചിക്കണേ, ആ കഥ അത് ബാക്കിയോടെ പറ. ഉടനെ ഹീറോ ആണെങ്കിൽ ഞെട്ടി ഇപ്പൊ വീണ്ടും ബാക്കി കഥയൊക്കെ വായിച്ചു കൊടുക്കുകയാണ്. അവരുടെ മനസ്സിൽ അവളുടെ ഫീലിങ്സ് അതെങ്ങനെയെങ്കിലും അവൾക്കിപ്പോ ഹീറോയെ അറിയിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം തോന്നും. അവളിത് തുറന്നു പറയാൻ വരുന്ന കറക്റ്റ് സമയത്ത് ഇപ്പൊ സ്കൂൾ ബെല്ലടിക്കും. അത് കേട്ട് അവള് പറയും, ഓക്കെ നമുക്കിനി ബാക്കി പിന്നീട് വായിക്കാം, നീ ഇപ്പോ ക്ലാസ്സിലേക്ക് പോയിക്കോ. അത് കേട്ട് ഹീറോ അവനങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അവള് പറഞ്ഞതനുസരിച്ച് ഹീറോ അവൻ സെക്കൻഡ് റാങ്കിലേക്ക് വന്നു. അടുത്ത അവന്റെ ലക്ഷ്യം അതെന്താണ്, ഇനി എന്ത് ലക്ഷ്യമാണ് ഞാൻ ഫിക്സ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവും. അതിനുശേഷം അവൻ ക്ലാസ്സിലേക്ക് വരും. അവരുടെ പുതിയ ടീച്ചർ നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു ടീച്ചറാണ്. ടീച്ചർ പറയും, ഹായ്, ഞാൻ നിങ്ങളുടെ പുതിയ ടീച്ചറാണ്. സെറിമണി സ്റ്റാർട്ടിങ്ങില് ഞാൻ വരേണ്ടതായിരുന്നു, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. നിങ്ങൾ വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്. എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷവും ചാരിതാർത്ഥ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ടീച്ചറാണെങ്കിൽ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ പച്ചമുടി പെണ്ണ് ക്ലാരയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ടീച്ചർ നമുക്ക് തകർക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ തുള്ളിച്ചാടും. അതിന് ടീച്ചർ അവളുടെ അടുത്തേക്ക് വരും. ഫസ്റ്റ് നീ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ടീച്ചേഴ്സിനോട് ഇങ്ങനെ ബഹുമാനമില്ലാതെ സംസാരിക്കാൻ പാടില്ല. ക്ലാസ് എടുക്കണം, സൂപ്പറായിട്ട് ക്ലാസ് കൊണ്ടുപോകണം എന്നിങ്ങനെയൊക്കെ നീ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവൾക്ക് തലയിലൊരു ചെറിയ തട്ടൊക്കെ കൊടുത്ത് അവരെല്ലാവരും ഇപ്പോൾ സ്കൂളിന് പുറത്തേക്ക് വരികയാണ്. ടീച്ചർ പറയും, ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട പാഠം നിങ്ങളുടെ ഫെമിലിയറുമായിട്ട് നല്ലൊരു ബോണ്ട്, ഫ്രണ്ട്ഷിപ്പ് അത് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫെമിലിയറുമായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ആസിനോട് അവന്റെ ഫെമിലിയറിനെ സമൻ ചെയ്യാനായിട്ട് പറയും. അത് കേൾക്കേണ്ട താമസം ഞൊടിയിടയിൽ ആസ് ആണെങ്കിൽ അവന്റെ ഫെമിലിയറിനെ സമൻ ചെയ്യാണ്. അവന്റെ ഫെമിലിയറിനെ കണ്ട് ടീച്ചർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അത്ഭുതമാവും. ഇത്രയും നല്ല അടിപൊളി ഒരു ഫെമിലിയർ നിനക്കുണ്ടോ? അതിന് ജിമ്മൻ പറയും, അതിനെ കഴിഞ്ഞ് നല്ലതാണ് എന്റെ ബീസ്റ്റ് എന്ന് പറഞ്ഞ് അവന്റെ ഫെമിലിയറിനെ ഇപ്പൊ സമൻ ചെയ്ത് കാണിക്കും. ടീച്ചർ പറയും, നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ല ബെസ്റ്റ് ബീസ്റ്റുകളാണ്. മറ്റുകളുമായിട്ട് നല്ലൊരു ബോണ്ട് വെച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാവും. അടുത്ത നിമിഷം അവർ രണ്ടുപേരും അവരുടെ ഫെമിലിയറിനൊക്കെ ഉപയോഗിച്ച് പൊരിഞ്ഞ അട്ടയടി ഫൈറ്റ്, അവരിൽ ആരാണ് സ്ട്രോങ് എന്ന് കണ്ടെത്താനാണ് ഒരു ഫെമിലിയേഴ്സിനെ ഉപയോഗിച്ച് ഇപ്പൊ ഫൈറ്റ് ചെയ്യുക. ക്ലാരയാണെങ്കിൽ അവളുടെ ഫെമിലിയറിനെ ഇപ്പോ സമൻ ചെയ്യും. അവളുടെ ഫെമിലിയറിനെ കണ്ട് ടീച്ചർ ആണെങ്കിൽ അങ്ങനെ ഫ്രീസ് ആവും. വാവ്, ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ബീസ്റ്റ് ആണ്. ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയൊരു പെൺകുട്ടി ഇതിനെ സമൻ ചെയ്ത് അവരുടെ ഫെമിലിയർ ആക്കുന്നത് ഞാൻ കാണുന്നത്. ആരൊക്കെയാണെങ്കിൽ അവളുടെ ഫെമിലിയറിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് പറയുന്നതനുസരിച്ച് ചോക്ലേറ്റ്, കേക്ക്, ഡ്രിങ്ക്സ് അങ്ങനെ എല്ലാം വാങ്ങിക്കൊടുത്ത് അവർ രണ്ടുപേരും ഇപ്പൊ വളരെ ക്ലോസ് ആവും. അടുത്തതായിട്ട് നമ്മുടെ ഹീറോ ആണ്. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ ഫെമിലിയറിനെ സമൻ ചെയ്യാൻ ഭയങ്കര പേടി. കാരണം അത് ആ ടീച്ചറാണ്. കാരിഗോ ടീച്ചറിനെ സമൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടീച്ചർ അവനോട് ദേഷ്യപ്പെടും. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ ടെൻഷനായി നിൽക്കും. അതിനവന്റെ പുതിയ ടീച്ചർ ദേഷ്യപ്പെട്ട് പറയും, നിന്റെ സമറിൻ ബീസ്റ്റ് അത് നിന്റെ അണ്ടറിലാണ് വരേണ്ടത്, നീ വേണം അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ കാലിഗോ ടീച്ചറിനെ കാണിക്കും. അവരുടെ പേരിൽ ഒരുപാട് സ്റ്റുഡൻസ് ഓൾറെഡി കുറെ കംപ്ലൈൻസ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ടീച്ചർ ആ കംപ്ലൈൻസ് നോക്കുന്ന സെക്കൻഡിൽ തന്നെ ഇപ്പോ നമ്മുടെ ഹീറോ സമറിൻ ചെയ്ത് ടീച്ചറിനെ വീണ്ടും ബീസ്റ്റാക്കി മാറ്റും. കുട്ടികളെല്ലാവരും ടീച്ചറിന്റെ ബീസ്റ്റ് രൂപം കണ്ട് പൊട്ടിച്ചിരിച്ചും കളിയാക്കിയൊക്കെ ടീച്ചറിനെ തന്നെ നോക്കും. ആക്ച്വലി നമ്മുടെ പുതിയ ടീച്ചറിന് കാലിഗോ ടീച്ചറാണ് അവന്റെ ഫെമിലിയർ എന്ന് അറിയില്ലായിരുന്നു. കാലിഗോ ടീച്ചർ ഫുൾ കലിപ്പില് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവന്റെ ബോഡിയിലേക്ക് തന്നെ ആ ഒരു അറ്റാക്ക് തിരികെ അടിച്ച് ടീച്ചർ താഴേക്ക് വീഴും. ഹീറോ ആണെങ്കിൽ ഇപ്പോ ടീച്ചറിനോട് സോറി പറയാണ്. ഐ എം സോറി, എനിക്കൊരു എമർജൻസി ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടതായി വന്നു. അതിന് കാലിഗോ ടീച്ചർ പറയും, എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവും ഇല്ല, പക്ഷെ ആ പുതിയ ടീച്ചർ അവൻ കുറച്ച് ഓവർ സ്മാർട്ടാണ്. ഇതാണ് പറ്റിയ അവസരം,
നീ ആ ടീച്ചറിന് നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. എല്ലാത്തിലും നീ തന്നെ നമ്പർ 1 ആവണം. പുതിയ ടീച്ചറാണെങ്കിൽ ഇവിടെ നിർത്താതെ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ഹീറോയ്ക്കാണെങ്കിൽ കാലിക്കോ ടീച്ചറിനെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതിന് ടീച്ചർ പറയും, കുഴപ്പമൊന്നുമില്ല, നീ ഇത് ചെയ്യണം. ആ പുതിയ ടീച്ചർ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പക്ഷേ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് കാലിക്കോ ടീച്ചർ ആണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ കൂടെ ഗെയിം കളിക്കും. ടീച്ചർ പോകുന്നതൊക്കെ കണ്ട് അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ടീച്ചറിനെ നോക്കി പോയിന്റ് ചെയ്ത് പൊട്ടിച്ചിരിക്കും. ടീച്ചർ ആണെങ്കിൽ ഫ്രിസ്ബി എടുത്ത് നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊടുക്കും. പുതിയ ടീച്ചർ പറയും, വാവ്, നിങ്ങൾ രണ്ടുപേരും നല്ല ബോണ്ടാണ്. ഇനി നിങ്ങൾ ഹൈഫൈ കൊടുക്ക്, ഒരുമിച്ച് പാട്ടുപാട്, ഡാൻസ് ചെയ്യ്, ഓട്, ചാട് എന്നിങ്ങനെ ഒരു നീണ്ട ഇൻസ്ട്രക്ഷൻസ് അത് ഇപ്പൊ ഹീറോയ്ക്കും കാലിക്കോ ടീച്ചറിനും കൊടുത്തുകൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ അവൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ കുറ്റബോധം താങ്ങാനായിട്ട് കഴിയില്ല. അവൻ വീണ്ടും വീണ്ടും കാലിക്കോ മാസ്റ്ററിനോട് സോറി പറയാണ്. കാലിക്കോയ്ക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യവും സങ്കടവും വിഷമവും ഒക്കെ വരും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരുപാട് മണിക്കൂറുകളായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ജിമ്മനെയും ആസിനെയും കാണുക. കാലിക്കോ ടീച്ചർ ഓടി വന്ന് അവർ രണ്ടുപേരെയും 2 ഭാഗത്തേക്ക് അടിച്ചു തെറിപ്പിക്കും. നിങ്ങളോട് എത്ര തവണ പറഞ്ഞു ഒരിക്കലും അമരം ചെയ്ത ബീസ്റ്റുകൾ ഉപയോഗിച്ച് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന്, എന്നിട്ട് വീണ്ടും നിങ്ങൾ അതന്നെ ചെയ്യാണോ? കാലിക്കോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പുതിയ മാസ്റ്ററിന് അടുത്തേക്ക് വരും. നിനക്ക് ഫെമിലിയൻ ബീസ്റ്റ് എന്താണെന്ന് അറിയാവോ? അവറ്റകളെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിനക്കറിയാവോ? അതിനാവും പറയും മാസ്റ്റേഴ്സിന്റെ അടിമകളാണ് ഫെമിലിയൻ ബീസ്റ്റ്, അവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ബീസ്റ്റുകൾ ഉപയോഗിക്കാം. അതിന് കാലിക്കോ ടെൻഷനായിട്ട് തീർത്തു പറയും, ഒരിക്കലുമല്ല, ഫെമിലിയേഴ്സ് ഒരിക്കലും ആരുടെ അടിമയല്ല. ഫെമിലിയേഴ്സിനെയും മാസ്റ്ററിനെയും പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവറ്റകളെ ഒരു പാർട്ട്ണറെ പോലെ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് കാലിക്കോ ആണെങ്കിൽ ഹീറോയെ നോക്കും. ഇവിടെ ഒരേ ഒരാൾ മാത്രമേ അങ്ങനെ അവറ്റകളെ കാണുന്നുള്ളൂ. കാലിക്കോ ടീച്ചർ ആണെങ്കിൽ ഇപ്പൊ നോർമലായി മാറി കൂടുതൽ കാര്യങ്ങൾ ആ പുതിയ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം സമരം ചെയ്യാനുള്ള കാര്യങ്ങളും ബീസ്റ്റുകളെ എങ്ങനെ ഒരു പാർട്ട്ണറായി കാണണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ കുറച്ച് ബുക്സ് പുതിയ ടീച്ചർക്ക് കൊടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ കുറെ ബീസ്റ്റുകളെ കാണിക്കുകയാണ്. അവറ്റുകൾക്ക് നമ്മുടെ സ്റ്റുഡൻസുകളെ എല്ലാം വേണം. അവറ്റുകൾ സ്റ്റുഡൻസുകളെ നോക്കി ഈ സ്റ്റുഡൻസുകളെ എല്ലാം നമുക്ക് സ്വന്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ഹീറോയും ആസും പച്ചമുടി പെണ്ണും അവർ 3 പേരും ഇപ്പൊ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. പഴയതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ അടിപൊളിയും സെറ്റപ്പും ടേസ്റ്റും ഉള്ള ഫുഡാണ് അവർക്ക് കിട്ടിയത്. അവർ ആ ഫുഡ് മുഴുവൻ എൻജോയ് ചെയ്ത് കഴിക്കുമ്പോഴായിരിക്കും ഒരുപാട് ഗേൾസ് അവരവിടേക്ക് വരിക. അവർക്കിപ്പോ നമ്മുടെ ഹീറോയെ കാണണം, ഹീറോയോട് സംസാരിക്കണം, അവന്റെ ഓട്ടോഗ്രാഫ് മേടിക്കണം. അതിൽ ചില പെൺകുട്ടികൾ ആസിന്റെ പിന്നാലെ പോവും, ബാക്കിയുള്ള പെൺകുട്ടികൾ നമ്മുടെ ഹീറോയുടെ പിന്നാലെയും. അവരാണെങ്കിൽ കൂടെ നിന്ന് ഫോട്ടോ എടുത്തും കൊഞ്ചി കൊഴഞ്ഞൊക്കെ 2 പേരോടും ടൈം സ്പെൻഡ് ചെയ്യും. ഇതെല്ലാം കണ്ട് അവൻ നമ്മുടെ പച്ചമുടി പെണ്ണ് അവളാണെങ്കിൽ ഒത്തിരി വിഷമിച്ച് ഒറ്റയ്ക്ക് നിൽക്കും. അടുത്ത നിമിഷം അവിടെ വലിയൊരു ശബ്ദം കേൾക്കും. അത് കേട്ട് ആ ഗേൾസ് എല്ലാം അവിടുന്ന് ഓടിപ്പോവാണ്. ഉടനെ ആസ് അവിടേക്ക് വന്ന് ഒരു പേപ്പർ എടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുക്കും. ആക്ച്വലി ഇവിടെ ഒരു ബാസ്ലേസ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഓരോ സ്റ്റുഡൻസിനും എന്തൊക്കെ കഴിവുണ്ടോ അതനുസരിച്ച് അവർ ഓരോ ടീമിൽ ചേരണം. നിങ്ങളുടെ ടീം കണ്ടെത്തി അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്കിങ് ഇനിയും കൂട്ടാനായിട്ട് കഴിയും. ആസ് പറയും ആ ടീം അതിവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്ന നിമിഷം ഒരുപാട് ഡീമൻസ് അവറ്റകൾ ആ ഡോറൊക്കെ തകർത്ത് ഇപ്പൊ ഹീറോയ്ക്ക് നേരെ കൊതിച്ചു പാഞ്ഞു വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.